ഇക്കിഗൈ, ജാപ്പനീസ് സീക്രട്ട് ടു ലോങ് ആൻഡ് ഹാപ്പി ലൈഫ്. ജപ്പാനിലെ ഒരു ഐലൻഡാണ് ഒക്കിനവ. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള മനുഷ്യരുള്ള സ്ഥലം. ഇവിടെ എത്ര തന്നെ പ്രായമുള്ള ആളുകളാണെങ്കിലും അവരെല്ലാവരും ഫിസിക്കലി ആൻഡ് മെൻ്റലി ഹെൽത്തി ആയിട്ടാണ് ജീവിക്കുന്നത്. ജാപ്പനീസുകാരുടെ ഈ ലോങ് ആൻഡ് ഹാപ്പി ലൈഫിൻ്റെ സീക്രട്ട് പറയുന്ന ബുക്കാണ് ഇക്കിഗൈ. ഇക്കിഗൈ എന്നാൽ ജാപ്പനീസിൽ റീസൺ ടു ലീവ് ഓർ റീസൺ ഫോർ ബീയിങ് എന്നതാണ്, ജീവിക്കാനുള്ള കാരണം. ഈ ജീവിക്കാനുള്ള കാരണം കണ്ടെത്തുന്നതിന് വേണ്ടി ഇക്കിഗൈ എന്ന പുസ്തകത്തിൽ 4 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഡു ഐ ലവ് ടു ഡു? വാട്ട് ഐ ആം ഗുഡ് അറ്റ്? വാട്ട് ഡസ് ദ വേൾഡ് നീഡ് ഫ്രം യു? വാട്ട് ക്യാൻ ഐ ഗെറ്റ് പെയ്ഡ് ഫോർ? എനിക്ക് എന്ത് ചെയ്യാനാണ് ഇഷ്ടം? എന്താണ് എൻ്റെ കഴിവ്? ഈ ലോകത്തിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാനാണ് കഴിയുക? എന്ത് ചെയ്താലാണ് എനിക്കൊരു പ്രതിഫലം ലഭിക്കുക എന്നത്. ഈ 4 ചോദ്യങ്ങൾക്കും ഉത്തരം ഒന്നാണെങ്കിൽ അതാണ് നമ്മുടെ ലൈഫ് പർപ്പസ് അല്ലെങ്കിൽ ഇക്കിഗൈ എന്നത്. ഇത് കണ്ടെത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇതിന് ഒരുപാട് ടൈമും എഫേർട്ടും ഇടേണ്ടി വരും. എന്നാൽ ജാപ്പനീസുകാർ അവരുടെ ലോങ് ആൻഡ് ഹാപ്പി ലൈഫിൻ്റെ ആദ്യത്തെ സീക്രട്ടായി പറയുന്നത് ഇക്കിഗൈ കണ്ടെത്തുക എന്നതാണ്. ഹാര ഹാഷിബു, ഈറ്റ് ലെസ് ടു ലീവ് ലോങ്. ജാപ്പനീസുകാരുടെ ലോങ് ആൻഡ് ഹാപ്പി ലൈഫിൻ്റെ മറ്റൊരു സീക്രട്ടാണ് ഹാര ഹാഷിബു. അവർ 80% വയറു നിറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നത് നിർത്തുന്നു. ഇതിനു വേണ്ടി അവർ ഭക്ഷണം കഴിക്കുമ്പോൾ വളരെ സാവധാനത്തിൽ കഴിക്കാൻ ശ്രമിക്കുന്നു. കൂടാതെ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ മാത്രം ശ്രദ്ധ കൊടുക്കാനും അവർ ശ്രദ്ധിക്കുന്നു. ഭക്ഷണം എടുക്കുവാൻ വേണ്ടിയിട്ട് അവർ ചെറിയ വെസൽസ് അല്ലെങ്കിൽ ചെറിയ പാത്രങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുക. അപ്പോൾ അവർക്ക് വളരെ കുറച്ച് ഭക്ഷണം മാത്രം എടുക്കാനും കഴിയും. ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിച്ചുകൊണ്ട് ജാപ്പനീസുകാർ വളരെ ഹെൽത്തി ആയിട്ടും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റും ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതാണ് ജാപ്പനീസുകാരുടെ ലോങ് ആൻഡ് ഹാപ്പി ലൈഫിന് വേണ്ടിയിട്ടുള്ള മറ്റൊരു ടെക്നിക്ക്, ഹാര ഹാഷിബു. മൂന്നാമതായിട്ട് ജാപ്പനീസുകാരുടെ ഒരു ശീലമാണ് സിമ്പിൾ ബോഡി മൂവ്മെൻറ്റ്സ്. അവർക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ എക്സസൈസ് തന്നെയുണ്ട്. ജപ്പാനിലെ 40% ആളുകളും എന്നും രാവിലെ ഈ സിമ്പിൾ ബോഡി മൂവ്മെൻറ്റ്സ് ഒരു 10 മിനിറ്റെങ്കിലും റെഗുലറായി ചെയ്യുന്നു. അടുത്തതായിട്ട് സറൗണ്ടിങ് യുവർ സെൽസ് വിത്ത് ഗുഡ് ഫ്രണ്ട്സ് എന്നതാണ്. ജപ്പാനിലെ ആളുകൾക്ക് അവരുടേതായിട്ടുള്ള ഒരു ചെറിയ ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരിക്കും. അവർ റെഗുലർ മീറ്റപ്സ് നടത്താനും ശ്രദ്ധിക്കുന്നു. അവരുടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനും ഹാപ്പി ആയിട്ടിരിക്കാനും ഈ ഫ്രണ്ട് സർക്കിൾ അവരെ സഹായിക്കുന്നു. ഹാബിറ്റ് ഓഫ് സ്മൈലിംഗ് കീപ്പ് ചെയ്യാനും അവരുടെ ഈ ഫ്രണ്ട് സർക്കിൾ അവരെ സഹായിക്കുന്നു. ജാപ്പനീസുകാർക്ക് നല്ലൊരു സ്ലീപ്പ് പാറ്റേൺ ഉണ്ടായിരിക്കും. അവർ രാവിലെ നേരത്തെ എഴുന്നേൽക്കാനും നേരത്തെ ഉറങ്ങാനും ശ്രദ്ധിക്കുന്നവരാണ്. എന്ത് കാര്യം ചെയ്യുമ്പോഴും അവർ ഫോക്കസ് ചെയ്ത് ചെയ്യാനും ശ്രദ്ധിക്കുന്നു. അവരുടെ എൻഡ് ഗോളിനെ ഫോക്കസ് ചെയ്യുന്നതിന് പകരം അവർ ചെയ്യുന്ന കാര്യങ്ങൾ പ്രോസസ്സിലാണ് അവർ ശ്രദ്ധ. അവസാനമായി ദേ നെവർ റിട്ടയർ. റിട്ടയർമെൻറ്റ് എന്നൊരു വാക്ക് അവരുടെ ഡിക്ഷണറിയിലില്ല. അതുകൊണ്ട് തന്നെ എന്നും എഴുന്നേൽക്കാൻ അവർക്കൊരു പർപ്പസ് ഉണ്ടായിരിക്കും. അവരത് ചെയ്യുന്നതിൽ ഹാപ്പിയും ആയിരിക്കും. ദർ വിൽ ബി എ പർപ്പസ് ഫോർ ദം ടു വേക്ക് അപ്പ് എവറി ഡേ ആൻഡ് ദേ വിൽ ബി ഹാപ്പി ഡൂയിങ് ദാറ്റ്. താങ്ക് യു.